തഞ്ചാവൂർ യാത്രയുടെ രണ്ടാം ദിവസം ബിഗ് ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ്. ഞാനും ദൃശ്യം കൂടി റൂമിൽ നിന്നൊക്കെ ഫ്രഷായി ചേഞ്ച് ചെയ്തു നല്ല ട്രഡീഷണൽ ലുക്കിൽ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് മുല്ലപ്പൂ വാങ്ങണമെന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ടൊരു റോഡ് സൈഡിലെ കടയിൽ കയറി. ഒരു മുളം പൂവൊക്കെ തന്നു. 50 രൂപയാണ് ഒരു മുളം പൂവിന്. പൂവൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചൂടി ഒക്കെ സെറ്റാക്കി. നല്ല മഴ പെയ്യുണ്ടായിരുന്നു. ആക്ച്വലി എല്ലാവരും തഞ്ചാവൂർ പോകുമ്പോൾ വെയിലാണെന്ന് പറയാറ്. ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ നന്നായി നനഞ്ഞ് ചീഞ്ഞ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് കുടയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. മഴയാണെങ്കിൽ നമുക്ക് മഴയിൽ അമ്പലം കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയാണ്. പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊരു തഞ്ചാവൂർ ഡോൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. നടക്കുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. ഈ മുന്നിൽ കൂടെ ഒരു വലിയൊരു റോഡ് കടന്നു പോകുന്നുണ്ട്. പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിന് അടുത്തെത്തി. ഈ വലിയൊരു ഈ അമ്പലത്തിന് ചുറ്റും നല്ലൊരു ഗർത്തമാണ്. എനിക്കൊന്ന് പണ്ടത്തെ കാലത്ത് ഭയങ്കര സെക്യൂരിറ്റി പർപ്പസിനായിട്ട് ഗർത്തം ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ വിദേശികളും മറ്റ് ടൂറിസ്റ്റുകളും ഒക്കെ ഇവിടെ ആ സമയത്ത് വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എവിടെ നോക്കിയാലും മലയാളീസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതാണ് നമ്മളുടെ അമ്പലം. ഇതിൻ്റെ അകത്ത് ഇത് പുറത്തുനിന്നുള്ള കോമ്പൗണ്ട് വാളാണ്. അതിനുശേഷം വീണ്ടും ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ ഷൂ ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷൂ ഒക്കെ 2 രൂപയുള്ളൂ ഷൂ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ചാക്ക് പോലെ സാധനം ചാക്കിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് അവിടെ തൂക്കിയിടുക. അതാണ് അവരുടെ ഒരു പ്രൊസീജിയർ. ഷൂവും കുടയൊക്കെ ഞങ്ങൾ അവിടെ തൂക്കിയിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ആക്ച്വലി മഴ ഉണ്ടെങ്കിലും കുട ചൂടി പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാനും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ പറയുക, കുടയും ഞങ്ങൾ ആ കവർത്തിനിട്ട് ജസ്റ്റ് മഴയെ കൊണ്ടങ്ങ് ഇറങ്ങി. ഇതാണ് അമ്പലത്തിലേക്ക്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ ബിൽഡിങ്, അതായത് ഈ അമ്പലത്തിൻ്റെ ഈ സമുച്ചയം ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ഒരു വലിയ ഗർത്തം, പിന്നെ ഒരു കോമ്പൗണ്ട് വാൾ, പിന്നെ ഒരു എന്താ പറയുക നമുക്കൊരു കവാടം പോലെ ഉണ്ട്. സെക്കൻഡായിട്ട് കവാടമുണ്ട്. അതിന് ശേഷമാണ് ഈ മെയിൻ അമ്പലത്തിലേക്കുള്ള ആക്സസ് വരുന്നത്, അതായത് ചുറ്റമ്പലത്തിലേക്കുള്ള ആക്സസ് വരുന്നത്. വലിയൊരു ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ടേക്കുന്ന ഒരു നടപ്പന്തൽ ചുറ്റുമുണ്ട്. ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് വാൾ പോലെയാണ് അത് നിർമ്മിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ മറ്റു കൊച്ചു അമ്പലങ്ങളും പിന്നെ ഒരു ഡാൻസൊക്കെ കളിക്കാനുള്ള കുറേ തറകൾ, കുറേ സ്റ്റേജുകളുണ്ട്. പിന്നെ ഒരു നന്ദിയുടെ ഒരു ശില്പമുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നന്ദിയുടെ ശില്പമാണെന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് കുറിയൊക്കെ തരും, ഭസ്മാണ്. കുറിയൊക്കെ വാങ്ങി ഞങ്ങൾ തൊട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ. പിന്നെ അതിൻ്റെ അകത്ത് വലതു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞമ്പലമുണ്ട്, ദേവീ ക്ഷേത്രം തോന്നുന്നു. അവിടെ കുറേ ദേവീ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ മെയിൻ അമ്പലത്തിൻ്റെ സമുച്ചയം. ഇതിൻ്റെ അകത്ത് ശിവലിംഗമാണ്. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ മുൻഭാഗത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ തിരക്കായിരുന്നു. അപ്പം ചുറ്റും ഒന്ന് കണ്ടിട്ട് അകത്തേക്ക് കയറാൻ വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇരുടായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ ഈ ഡേ ലൈറ്റിൽ കാണാൻ പറ്റില്ല. അതാണ് പിന്നെ ഞങ്ങൾ ചുറ്റമ്പലം നാളെ കാണാൻ വേണ്ടി ഇറങ്ങി. അതായത് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് അതിൻ്റെ വ്യൂ. ഒരു മൊത്തത്തിൽ സ്ട്രക്ചർ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ മേക്ക് ചെയ്തോ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടത്തില്ല. കാരണം അത്രയും എന്താ പറയുക, കലാപരമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയൊരു അമ്പലമാണത്. ഇന്നത്തെ കാലത്തൊന്നും ആർക്കും ഇങ്ങനത്തെ ഒരു വലിയ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതും ഫുള്ളായിട്ട് കരിങ്കല്ലിൽ. ഈ അമ്പലത്തിന് ഏകദേശം 1000 വർഷത്തിൽ മേലെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, ലോങ് ടൈം ഇത് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചിരിക്കുന്ന ഒരു എൻജിനീയറിങ്ങിൻ്റെ എന്താ പറയുക, പീക്ക് ലെവലിലുള്ള
ഏകദേശം 6:30 ആയപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടു. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയനെ മാറി. അതായത് വ്യൂവിൻ്റെ ഒരു എക്സ്ട്രീം ലെവല് നമുക്ക് കണ്ടിങ്ങനെ എന്താ പറയുക, കണ്ണിന് തന്നെ കുളിർമയേക്കുന്ന വിഷ്വൽസ് വരുന്നില്ല, അതുപോലത്തെ ഒരു വൈബായിരുന്നു. അതിൻ്റെ ലൈറ്റിംഗ് പരിപാടി അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി ആകാശത്തിൻ്റെ നീല കളർ നമ്മൾ മഴ പെയ്തും കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളിവിടെ നിന്ന് നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു ഫുള്ളായിട്ട്. ആക്ച്വലി എൻ്റെ ചരിത്രത്തിൽ പറയുന്നത് വെച്ചാൽ ഇവിടെ എപ്പോഴും 1000-ലോ മേലെ സ്റ്റാഫുകളൊക്കെ ഇതിൻ്റെ ഒരു, അതായത് ഈ ചോള രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നെന്നും, പിന്നെ ഇവിടെ ഡാൻസ് കലാപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്പലവും പരിസരമൊക്കെ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത്. വലിയ വലിയ ഉത്സവങ്ങളും ഡാൻസ് പരിപാടികളൊക്കെ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് ഇരുടായപ്പോൾ ഞങ്ങൾ ഈ അമ്പലങ്ങൾ, ഇതിൻ്റെ അകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ, എല്ലാ അമ്പലത്തിലും കയറി വിസിറ്റ് ചെയ്തു, എല്ലാ അമ്പലത്തിലും കയറി തൊഴുതു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പിന്നെ മെയിൻ അമ്പലത്തിനകത്ത് കയറി. പക്ഷെ അവിടെ നമുക്ക് വീഡിയോ ഷൂട്ടിങ് അങ്ങനെ അലൗഡല്ല. ഈ വിറ്റമ്പലിൻ്റെ മെയിൻ കോംപ്ലക്സിനാണ് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ താഴെക്കുളം. ഏതാണ്ട് 25 ആനയുടെ വെയിറ്റ് അങ്ങനെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതെങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതിന് ഇപ്പോഴും നമുക്ക് തിയററ്റിക്കലി തെളിയിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ഗോപുരത്തിന് ലെവലായിട്ട് മണ്ണിട്ടിട്ട് ആനയെ കൊണ്ട് വലിച്ച് മുകളിൽ എത്തിച്ചു എന്നൊക്കെ ചില തിയറീസൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു തെളിവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നന്നായി ഇരുടായപ്പോൾ ഇതിൻ്റെ വൈബ് തന്നെ ഫുൾ മാറി. പിന്നെ മഴയും. ആക്ച്വലി ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടോ ഈ ഒരു ടൈം. ഈ ഒരു വ്യൂ ഇത് ഒരുപാട് ആളുകൾ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു, അതായത് ഈ ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മഴ പെയ്യുമ്പോഴൊരു സൂപ്പർ വ്യൂ ആയിരുന്നു. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ അരിഭവനിൽ തന്നെ പോയി. അവിടെ പോയിട്ട് പോട്ട് ബിരിയാണി മേടിച്ചു. പോത്ത് ബിരിയാണി അല്ല, പോട്ട് ബിരിയാണി. പോട്ട് ബിരിയാണി എന്നാൽ നമ്മുടെ ഈ മഷ്റൂം അങ്ങനെ വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുള്ളൊരു അടിപൊളി ബിരിയാണി. രണ്ടുപേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ളൊരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് സംഭവം. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. നാളെ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് എണീച്ചിട്ട് നേരെ നാമക്കല്ല് വഴി സേലത്തേക്ക് പോകണം. തൃച്ചി, നാമക്കല്ല്, സേലം. പിന്നെ സേലത്തുനിന്ന് ഈറോഡ് ഞാൻ പഠിച്ച കോളേജൊക്കെ കാണണം. പിന്നെ ഒരു ഫംഗ്ഷൻ അവിടെ അറ്റൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ അതെല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ 8:30 ഫുഡ് കഴിച്ച് നല്ല റൂമിലേക്ക് മടങ്ങി. ഇനി നാളത്തെ